ഏയ് കുട്ടികളെ, എന്താ നിങ്ങൾ ചെയ്യുന്നത്? നോക്ക്, നിങ്ങൾക്ക് ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഹായ് ചോക്ലേറ്റ്സ്. താങ്ക് യു അച്ഛാ. ഞാനിത് ഇപ്പൊ കഴിക്കില്ല. അതെന്താ, നിനക്കതിഷ്ടമല്ലേ? അല്ല, അതെനിക്ക് ഇഷ്ടമാണ്, പക്ഷേ ഞാൻ പിന്നെ കഴിക്കുള്ളൂ. അപ്പൊ എനിക്ക് ഈ ചോക്ലേറ്റ് കുറേ കാലം കഴിക്കാൻ പറ്റും. ഓ, അങ്ങനെയാണോ? എങ്കിൽ സൂക്ഷിക്കണം. നിന്റെ സ്ഥിതി കൊരങ്ങനെയും ലഡുവിനെയും പോലെ ആവരുത്, മനസ്സിലായോ? കൊരങ്ങൻ ലഡുവോ? അപ്പോ നിങ്ങൾ കൊരങ്ങന്റെയും ലഡുവിന്റെയും കഥ ഇതുവരെ കേട്ടിട്ടില്ല അല്ലേ? വാ, ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. ഹായ്, കഥ കേൾക്കാം. ഒരു ദിവസം ഒരു മനുഷ്യന്റെ വീട്ടിൽ നിന്നും നമ്മുടെ കുരങ്ങന് ഒരു ലഡു കിട്ടി. അതൊരു ഉരുണ്ട വലിയ മധുരമുള്ള ലഡുവായിരുന്നു. ഈ ലഡു കണ്ടപ്പോഴത്തേനും നമ്മുടെ കുരങ്ങന്റെ വായിൽ വെള്ളം മൂറി. ഈ ലഡുവിന് നല്ല മധുരമായിരിക്കും, ഞാൻ കടിച്ചു പറിച്ചു തിന്നും. പക്ഷേ പെട്ടെന്നാണ് അവന്റെ മനസ്സിലേക്ക് ഒരു ചിന്ത കടന്നു വന്നത്. ഞാൻ ഈ ലഡു തിന്നാൽ പിന്നെ ഈ ലഡു എന്റെ കയ്യിൽ ഉണ്ടാവില്ലല്ലോ. ഇതിപ്പോ തിന്നണ്ട. എത്ര കാലം സൂക്ഷിച്ചു വെക്കാൻ പറ്റുമോ അത്രയും കാലം സൂക്ഷിച്ചു വെക്കാം. നിനക്ക് ഇത്രയും മധുരമുള്ള ലഡു എവിടുന്ന് കിട്ടി? ഒരു ചെറിയ കഷ്ണം എനിക്ക് തരുമോ? ഇതിന്റെ പകുതി ഞാൻ ആർക്കും തരൂല. ആ കുരങ്ങന്റെ കയ്യിലുള്ള ലഡു നോക്കടി. നമുക്ക് തട്ടിപ്പറിച്ച് പറക്കാം. ഇല്ല ഇല്ല, ഞാൻ തരൂല. ഇത് എത്രയും പെട്ടെന്ന് ഒളിപ്പിച്ചു വെക്കണം. ഇതിന്റെ പങ്ക് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ആ ലഡു മറ്റൊരാൾക്കും പങ്കുവയ്ക്കാൻ കുരങ്ങൻ തയ്യാറുണ്ടായിരുന്നു. അതുപോലെ അത് കഴിക്കാൻ അവനും മനസ്സുണ്ടായിരുന്നില്ല. അവസാനം അവനൊരു കൗശലം തോന്നി. ഐഡിയ കിട്ടി. ഈ ലഡു ഈ മരപ്പത്തിൽ ഒളിപ്പിച്ചു വെക്കും, അതാണ് നല്ലത്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വന്ന് മണത്ത് നോക്കാമല്ലോ. വേണമെങ്കിൽ ഒരു പീസെടുത്ത് കട്ടിച്ച് പറിച്ചു നോക്കാം. പിറ്റേന്ന് രാവിലെ ആ ലഡു എടുക്കാൻ കുരങ്ങൻ തീരുമാനിച്ചിറങ്ങി. എന്റെ പ്രിയപ്പെട്ട ലഡു, എനിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റുന്നില്ല. നിന്റെ മണവും ആ കോലവും ഉരുണ്ട വയറ് പോലെയുള്ള നിന്റെ മോന്തയും. അയ്യോ 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 അയ്യോ, എന്റെ ലഡു. അയ്യോ, എന്റെ ലഡുവിന് എന്ത് പറ്റി? അങ്ങനെ ആ ആർത്തി പിടിച്ച കുരങ്ങന് ലഡു കിട്ടിയില്ല. കുട്ടികളെ, ഇതിൽ നിന്ന് എന്തു മനസ്സിലായി? നമുക്ക് സാധനങ്ങളോട് ആർത്തി പാടില്ല. നമ്മുടെ സാധനങ്ങൾ മറ്റുള്ളവരായിട്ട് പങ്കുവെക്കണം. നമ്മൾ പിന്നത്തേക്ക് സൂക്ഷിച്ചു വെക്കാൻ പാടില്ല. സൂക്ഷിക്കണം ഷൈനി. സൂക്ഷിച്ചു വെക്കുമ്പോ അത് നല്ല രീതിയിലായിരിക്കണമെന്ന് മാത്രം. അതായത് ഈ ചോക്ലേറ്റ് നിനക്ക് പിന്നത്തേക്ക് ആവശ്യമാണെങ്കിൽ നീ തീർച്ചയായിട്ടും ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. എന്നാ പിന്നെ ഒരു ചെറിയ കഷ്ണം ഞാൻ ഇപ്പൊ കഴിക്കട്ടെ. ഹായ്, ഞാൻ ഷൈനി. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യണം. കൂട്ടുകാരോട് പറയാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.